ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്, ഈ ഒരു സിറ്റുവേഷന് ചേഞ്ച് ഉണ്ടാകുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ആ ഒരു മാറ്റം വരുന്ന സമയപരിധി നിങ്ങൾക്ക് സ്വയം കാൽക്കുലേറ്റ് ചെയ്യാം. ചിലരെ സംബന്ധിച്ച് അവർ ചിലപ്പോൾ മനസ്സിനകത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതായിരിക്കാം നോക്കുന്നത്. ചിലർ ചിലപ്പോൾ ഒരു മാസമായിരിക്കും, ചിലർ ചിലപ്പോൾ അതിൽ കൂടുതലെടുത്തെന്ന് വരാം. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് എത്ര നാൾക്കുള്ളിലുള്ള ആ ഒരു ചേഞ്ച് എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കാണാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോവാം. ആദ്യമേ തന്നെ നമുക്ക് കറൻറ്റ് സിറ്റുവേഷൻ എങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എന്നുള്ളത് നോക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. സോളാർ പ്ലെക്സസ് ചക്ര, പേഷ്യൻസ്, material and spiritual prosperity, mental conflict, transformation, rest and rejuvenate, positive movement forward, solitude, base chakra, passion ignited, സാക്രിഫൈസ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്ര നാളായിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും, ചിലർക്ക് ഒരുപാട് വർഷങ്ങളായിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ടുള്ളതായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ബന്ധം ഇതുവരെ എത്തി നിൽക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ മുൻകൈ എടുക്കുന്നതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക, ഇതിനകത്ത് നിങ്ങളുടെ ആ ഒരു ഇൻവോൾവ്മെൻ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നതെന്ന് തന്നെ പറയാം. നോർമലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വ്യക്തികളും ഒരുപോലെ അതിനകത്ത് ഇൻപുട്ട് ഇട്ട് മുന്നോട്ട് പോകുമ്പോഴാണ്, അല്ലെങ്കിൽ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് അത് പോകാൻ ആ ഒരു ബന്ധം തുടർന്ന് പോകാനായിട്ട് കഴിയുന്നത്. എന്നാൽ അതിനകത്ത് ഒരു വ്യക്തി കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടി മാക്സിമം എഫേർട്ട് ഇടുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് കൂടുതൽ ഒരു എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി തന്നെയാണ്. ആ ഒരു വ്യക്തിയുടെ ഒരു ക്വാളിറ്റി ആണെന്ന് പറയാം. അതായത് ഒരു പ്രശ്നം വരുമ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഇട്ട് ഓടി ഒളിക്കാൻ വളരെ എളുപ്പമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പേര് പറഞ്ഞത് അവസാനിപ്പിക്കാനൊക്കെ വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അത് നിലനിർത്തി കൊണ്ടുപോകാൻ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോഴും അതുമായിട്ട് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് കുറച്ചൊരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ മാത്രം ആ ഒരു കഴിവുകൊണ്ടായിരിക്കും. ഇതിനകത്ത് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അത് ആ ഒരു റിലേഷൻഷിപ്പ് നിന്ന് പോകുന്നത്, അല്ലെങ്കിൽ നിലനിന്ന് പോകുന്നത് എന്ന് തന്നെ പറയാം. ഇതിനകത്ത് ഇപ്പോൾ ഫിസിക്കലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ചിലപ്പോൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടാവാം. അത് ചിലപ്പോൾ അത് നിങ്ങളുടേതായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. ഇപ്പോൾ ഒരു വ്യക്തി എപ്പോഴും തളർച്ചയാണ്, ക്ഷീണമാണ്, അല്ലെങ്കിൽ ചിലർക്ക് വിട്ടുമാറാത്ത തലവേദനയായിരിക്കാം, ചിലർക്ക് വയറുവേദന ഉണ്ടാവാറുണ്ട്, ബ്രീതിങ് പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം പാർട്ട് ഓഫ് ദ ഗെയിം എന്ന് പറയുന്നത് പോലെ നമുക്കുള്ള പല ക്ഷീണവും തളർച്ചയും കൊണ്ടായിരിക്കും, ഉറക്കം ശരിയാവാഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മളുടെ ഫുഡ് ചിലപ്പോൾ ശരിയല്ലാഞ്ഞിട്ടായിരിക്കും എന്നൊക്കെയുള്ള ഒരു തോന്നലുകളും ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എസ്പെഷ്യലി നിങ്ങൾക്ക് പല രീതിയിലുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലം പോലെ തന്നെ അനുഭവപ്പെടുന്നുണ്ടാവും. പക്ഷേ നിങ്ങളതത്ര കാര്യമായിട്ട് എടുക്കണം എന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾ വളരെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വളരെ നിങ്ങളുടെ മൈൻഡ് പവർഫുൾ ആക്കാനായിട്ട് അതൊക്കെ ശ്രമിക്കുന്നുണ്ടാവാം. പക്ഷെ നിങ്ങൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. കുറച്ചൊരു ഊർജ്ജം അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എടുത്ത് മൈൻഡ് ഒന്ന് സെറ്റാക്കി പോസിറ്റീവായിട്ട് വരുമ്പോൾ തന്നെ വീണ്ടും നെഗറ്റീവിലേക്ക് പോകുന്ന അവസ്ഥ, വീണ്ടും ഒരു ഡൗൺഫോൾ വരിക. അതായത് മൈൻഡ് പോലും കൺട്രോൾ ചെയ്ത് നിലക്ക് നിർത്താൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഔട്ട്ലുക്കിൽ നിങ്ങൾ നോക്കി കാണുന്നു. എന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇതിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ കൊണ്ടൊക്കെ ആയിരിക്കും വീണ്ടും നിങ്ങൾ തളർന്നു പോകുന്നു. അതായത് ആ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ആങ്കർ, ഫിയറൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ വളരെ കൂടുതലായിരിക്കും.
കൂടുതലായിട്ടും ചിലപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നവരായിരിക്കും. നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ ആ ഒരു മാനസിക സംഘർഷമുണ്ട്. നിങ്ങളത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ പോലും അറിയാതെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചധികം വ്യക്തികൾക്കും ചിലപ്പോൾ ഇതൊരു ഓൺ ആൻഡ് ഓഫ് പോലെ പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. ചിലപ്പോൾ ഇതൊരു സ്റ്റേബിളായിട്ട് പോകുന്നു, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ വളരെ വളരെ ഒരു ഊർജ്ജത്തോടു കൂടി പോകുന്നു. എന്നാൽ പിന്നെ നമ്മൾ നോക്കുമ്പോൾ പഴയതുപോലെ തന്നെ മാറിപ്പോകുന്നൊരവസ്ഥ. തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം നിങ്ങളുടെ ലൈഫിൽ വളരെ മേജറായിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഒരു തിരിച്ചറിവ് സംഭവിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം മറ്റ് ചില ബന്ധങ്ങൾ നിങ്ങളുടെ ആയാലും വ്യക്തിയുടെ ആയാലും അതിനകത്തൊക്കെ ചിലപ്പോൾ ഒരു ആടിയലച്ചിലുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഓൺ ആൻഡ് ഓഫ് പാറ്റേൺ ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ പേഴ്സണായിട്ട് സെപ്പറേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അവർ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒട്ടും കോൺഫിഡൻസ് കിട്ടാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഓവറോളായിട്ട് കാണാൻ കഴിയുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സംഭവിച്ചിട്ടും സ്റ്റിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് കളയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അത് നമ്മൾ ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് പറയുന്നത് പോലെ ആ ഒരു പ്രതീക്ഷയിൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിക്കുന്നവരുടെ ആ ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു ഓൺ ആൻഡ് ഓഫ് എന്നൊക്കെ ഉള്ള കാര്യം പറഞ്ഞു. ആ ഒരു പേഴ്സൺ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒറ്റപ്പെടലായിരിക്കാം ഫീൽ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സംതൃപ്തി കിട്ടണമെന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ശാരീരികമായിട്ട് പലവിധ ബുദ്ധിമുട്ടുകൾ, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോടൊപ്പം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചക്രാസ് എന്നൊക്കെ ക്ലെൻസ് ചെയ്യുന്നത്, ആ ഒരു ഇംബാലൻസ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ ബാലൻസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും. അത് നിങ്ങളുടെ പ്രോപ്പർ ഫുഡിങ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഉറക്കം ആയിക്കോട്ടെ. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ഒരു ചക്രാസ് ബാലൻസ് ചെയ്യാനായിട്ടൊക്കെ തീർച്ചയായിട്ടും ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു മാനസിക ബുദ്ധിമുട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു ഡബിൾ മൈൻഡ്, കൺഫ്യൂസ്ഡ് മൈൻഡ്, പേടി, ഒരു ഫിയർ എനർജി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സെൽഫ് ഡൗട്ട് തന്നെ ചിലപ്പോൾ പല കാര്യങ്ങളിലും ഉണ്ടായെന്ന് വരാം. ഒരു കോൺഫിഡൻസ് ഇല്ലാതെ വരുന്നൊരവസ്ഥ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ആ ഒരു ചക്രാസൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ആ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ചിലപ്പോൾ ഉണ്ടായെന്ന് വരണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും യോഗ പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മെഡിറ്റേഷൻ, വിഷ്വലൈസേഷൻ, അല്ലെങ്കിൽ ബ്രെത്ത് വർക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മന്ത്രാസ് ചൊല്ലുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നിങ്ങളുടെ ലൈഫിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നതും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനാണ് എടുക്കുന്നതെങ്കിൽ പോലും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അഡ്വൈസ് ആയിട്ട് എന്നുള്ള രീതിയിലും കൂടി യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ചില കാര്യങ്ങളും കൂടിയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ കുറച്ചും കൂടി നേച്ചറായിട്ട് ഇൻവോൾവ് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കുക. കുറച്ചൊരു സമയം മാറ്റി വയ്ക്കുക. നമ്മൾ ആ ഒരു പ്രകൃതിയിൽ ഇറങ്ങി നിൽക്കുമ്പോൾ നമുക്ക് വളരെയധികം മനസ്സമാധാനം കിട്ടാറുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് നേരം കിളികളുടെ ശബ്ദമായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു നേച്ചറുമായിട്ട് കുറച്ചും കൂടി ഇഴുകിച്ചേരാൻ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ബെയർ ഫൂട്ടായിട്ട് നടക്കുക, മണ്ണിൽ നടക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പതിയെ നിങ്ങളുടെ ഒരു ഹാബിറ്റായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. തീർച്ചയായിട്ടും നമ്മളിവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ശക്തമായിട്ടുള്ളൊരു ആത്മബന്ധം ഈ ഒരു പേഴ്സണുമായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കൊണ്ടാണ് നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഇത്രയധികം ഇൻവോൾവ് ചെയ്ത്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു കീ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളാണിത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു തടസ്സം വന്നിട്ടും നിങ്ങൾക്കത് ഡ്രോപ്പ് ചെയ്ത് കളയാൻ കഴിയാത്തത് അതുകൊണ്ടാണ് എന്നുള്ളത് നമുക്കിവിടെ വളരെ ശക്തമായിട്ട് തന്നെ കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ നിങ്ങൾ ആ ഒരു വെയിറ്റിംഗ് എനർജിയിലാണ്. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവാം. നിങ്ങളുടെ ലൈഫിലെ മറ്റ് പല സന്തോഷങ്ങളും പോയിട്ടുണ്ടാവാം. കാരണം നിങ്ങൾ കൂടുതൽ ഇതിനകത്താണല്ലോ ഫോക്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി, ഈ വ്യക്തിക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുള്ള വ്യക്തിയും കൂടി ആയിരിക്കാം. എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ വ്യക്തിയെ തീർച്ചയായിട്ടും വേണം. ആ ഒരു എനർജിയിലുള്ളവരുടെ സിറ്റുവേഷനും കൂടിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ ആ ഒരു ഓൺ ആൻഡ് ഓഫിൽ പോകുന്ന ആൾക്കാരുടെ കാര്യം പറഞ്ഞു. ചിലവരാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ ചിലപ്പോൾ ആ ഒരു നോ കോൺടാക്റ്റിൽ പോകുന്ന ആൾക്കാരായിരിക്കാം. പക്ഷേ നോ കോൺടാക്റ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മളുടെ മനസ്സിൽ ആ ഒരു വ്യക്തി ഉള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി അത് നോക്കിയിരിക്കുന്നിടത്തോളം കാലം ആ ഒരു റിലേഷൻഷിപ്പ് ലൈവ് തന്നെയാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതെപ്പോഴാണ് നമ്മളുടെ മനസ്സിൽ നിന്ന് കംപ്ലീറ്റ്ലി നശിച്ചു പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിനൊട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുന്നത്, അപ്പോഴാണ് അത് അവസാനിച്ചു എന്ന് നമുക്ക് പറയാനായിട്ടും കഴിയുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്, വെയിറ്റിംഗ് എനർജിയിലാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ടുള്ള ഒരു സമയം തരും. അത് യൂണിവേഴ്സിനെ കൂടുതലായിട്ട് ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരും കൂടി ആയിരിക്കും. അപ്പോൾ അതും കൂടി കൊണ്ടാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഡൗൺ ആവുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും അല്ലാത്ത അവസ്ഥയിലായി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറി വരാനായിട്ട് ശ്രമിക്കുന്നത് ചിലപ്പോൾ ആ ഒരു യൂണിവേഴ്സിനോടൊക്കെയുള്ള ട്രസ്റ്റ് കൊണ്ടും ആ ഒരു പോസിറ്റീവ് വൈബിലേക്ക് ചിലപ്പോൾ നിങ്ങൾ വരുന്നത് അതുകൊണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും സെൽഫ് ഡൗട്ട് നിങ്ങളെ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ളത് കാണാം. കാരണം ഈ ഒരു എനർജിയിലുള്ളവർ ഇപ്പോൾ ചില സമയത്ത് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും,
യൂണിവേഴ്സ് എന്നോടൊപ്പം ഉണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ എവിടെ പോകാനാണ്, ഇതൊക്കെ ശരിയായിക്കോളും, എല്ലാം ഓക്കെ ആയിട്ട് വരുന്നൊരു സമയമുണ്ട് എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലായിരിക്കും. എന്നാൽ ചിലപ്പോൾ നിങ്ങൾ നേരെ വിപരീതമായിട്ട് പോകും. ഇതൊക്കെ നടക്കുമോ, ഇനി ഇതൊക്കെ എൻ്റെ തോന്നലാണോ, ഒന്നും നടക്കില്ലേ, ആ ഒരു മൈൻഡിലേക്ക് പോകുന്ന ആ ഒരു എനർജിയും കൂടി നമുക്കിവിടെ കാണാം. ഇനി അങ്ങനെ പോയി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ കളയാനും പറ്റില്ല. അപ്പം അങ്ങനെയുള്ളവരുടെ എനർജിയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഈ ഒരു ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരാനായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു മാറ്റത്തിൻ്റെ കാലപരിധി നിങ്ങൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുക. എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത് എന്നുള്ളതും കൂടി നമുക്ക് അറിയാം. ഡെത്ത്, നൈറ്റ് ഓഫ് സോഡ്സ്, 7 of swords, 8 of wands, page of cups, the moon, temperance, 2 of cups, star, 7 of pentacles, lovers. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു ക്വിക്ക് ഇമോഷണൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ സംഭവിക്കാനായിട്ട് പോകുന്നുണ്ട്. പെട്ടെന്നുള്ളൊരു സഡൻ ട്രാൻസ്ഫർമേഷൻ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. ഇപ്പോൾ ഓൾറെഡി നോ കോണ്ടാക്റ്റിലൊക്കെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഓൺ ആൻഡ് ഓഫിലുള്ളവരാണെന്നുണ്ടെങ്കിൽ സഡനായിട്ട് തന്നെ നിങ്ങളെ വന്ന് കോണ്ടാക്ട് ചെയ്യുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ ചിലപ്പോൾ ഇനിഷ്യേറ്റീവ് എടുത്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. അതായത് ഒന്നുമില്ല, അല്ലെങ്കിൽ ഒരു ബ്രേക്കായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവസാനിച്ചു എന്ന് കരുതുന്നിടത്ത് ഈ ഒരു പേഴ്സണായിട്ട് തന്നെ ഫാസ്റ്റായിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോഴും നിങ്ങൾ ഒട്ടും സാറ്റിസ്ഫൈഡ് ആവണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വരവായിരിക്കണം എന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിയിൽ നിന്ന് അറിയാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ അതിന് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടണമെന്നില്ല. ഈ ഒരു പേഴ്സൺ അകന്ന് നിൽക്കുന്നിടത്തുനിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാലും പല കാര്യങ്ങളും പിന്നെ ഒളിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രഹസ്യമുണ്ടോ, ആ ഒരു സംശയവും കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിനകത്ത് കിടന്നേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ഒരു ഷാഡോ എനർജി റിലേഷൻഷിപ്പിനകത്ത് എപ്പോഴും ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങളെ ചിലപ്പോൾ ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കിയേക്കാം. പക്ഷേ ഇവർ പെട്ടെന്ന് ഒരു ആക്ഷൻ എടുത്ത് ഇവരായിട്ട് തന്നെ മുൻകൈ എടുത്ത് വരാൻ നിൽക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങളും വളരെയധികം കൺഫ്യൂസ്ഡ് ആയി പോകുന്നത് അതുകൊണ്ടായിരിക്കാം. ഒരു ലോങ് ഗ്യാപ്പിനൊക്കെ ശേഷം വരുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലോങ് ഡിലേക്ക് ശേഷം ഈ പേഴ്സൺ എന്ത് പറ്റി പെട്ടെന്ന് എന്നാൽ ചിലപ്പോൾ തോന്നുന്ന തരത്തിൽ അവർ തിരിച്ചു വന്നേക്കാം. പക്ഷേ തിരിച്ചു വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു സംതൃപ്തി കുറവ്, അല്ലെങ്കിൽ ഒരു തിരിച്ചു വന്നിട്ടുണ്ട്, കമ്മ്യൂണിക്കേഷനുണ്ട്, പക്ഷേ എൻ്റെ ആ ഒരു പഴയ വ്യക്തിയല്ലേ ഇത്, എന്തൊക്കെയോ ഒരു ഹൈഡിങ് ഉണ്ട്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ളൊരു ഇഷ്ടത്തിൽ വന്നതല്ലേ എന്നൊക്കെയുള്ള ആ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് നാളുകളായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞാണ് നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, മാറ്റങ്ങളുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കുകയാണ്, യൂണിവേഴ്സിനെ വിശ്വസിച്ചിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ തകർന്നു പോയി കഴിഞ്ഞാലും നിങ്ങളുടെ ഈ ഒരു വിശ്വാസമാണ് നിങ്ങളെ മുന്നോട്ട് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. പക്ഷേ അങ്ങനെ നിങ്ങൾ കാത്തിരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ വ്യക്തി തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ ഇതിനകത്ത് ചേഞ്ചസ് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു ചേഞ്ച് അല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് കൺഫ്യൂസ്ഡ് ആവും, അല്ലെങ്കിൽ ചിലപ്പോൾ നിരാശ തോന്നിയേക്കാം. കാരണം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന മാറ്റമല്ല നമുക്ക് കിട്ടിയത്, വേറൊരു തരത്തിലുള്ളൊരു മാറ്റമാണെന്നുണ്ടെങ്കിൽ ആ ഒരു നിരാശ ചിലപ്പോൾ നമ്മൾ അനുഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഓഫർ കിട്ടുന്നു, അല്ലെങ്കിൽ ആ ഒരു അവരുടേതായിട്ടുള്ള ഫീലിങ്സ് ഇമോഷൻസ് ഒക്കെ അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിലും ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കുന്ന ആ ഒരവസ്ഥ നമുക്കിവിടെ കാണാം. അത് മെയിൻലി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല ഈ ഒരു പേഴ്സൺ പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു തോന്നലായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു പാറ്റേൺ ആയിരിക്കില്ല, നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്നുണ്ടെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കില്ല ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ പിന്നെയും ഹൈഡിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ, ഇപ്പോൾ തേർഡ് പാർട്ടിയൊക്കെ ഉള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി ഇപ്പോഴും ഉണ്ടോ,
അവർ നിലനിർത്തിക്കൊണ്ട് തന്നെയാണോ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഇവർ പറയുന്നത് ഫുള്ളി വിശ്വസിക്കാമോ? ചിലപ്പോൾ പാസ്റ്റിൽ ഇതിനകത്ത് ചീറ്റിങ് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം, ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ ഒരു വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളൊരവസ്ഥയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സന്തോഷം കടന്നു വരുന്നുണ്ട്, പക്ഷെ അതിൽ മുഴുവനായിട്ട് വിശ്വസിക്കാനുള്ളൊരു പേടി. ചിലപ്പോൾ പാസ്റ്റ് എക്സ്പീരിയൻസ് ഈ ഓൺ ആൻഡ് ഓഫ് ഒക്കെ ഉള്ളവർക്ക് വളരെ കൂടുതലായിരിക്കും. ഇതുപോലെ സന്തോഷത്തോടെ അവസരങ്ങൾ ഉണ്ടായിട്ട് വീണ്ടും ഇത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയും അങ്ങനെ ഉണ്ടാവുമോ എന്നുള്ളൊരു ഭയമായിരിക്കാം. അപ്പോൾ ആ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ആ ഒരു ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ മാഗ്നറ്റിസം ഉണ്ടാവും എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് ഗ്രാജുവലി ആയിരിക്കാം എങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ മാറ്റം ഫീൽ ചെയ്യാനായിട്ട് കഴിയും ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം. ഇപ്പോൾ ഇനിഷ്യലി നമ്മൾ കണ്ടതുപോലെ ഈ ഒരു പേഴ്സണിൽ നിന്ന് ഒരു അകന്ന് നിൽക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫിലുള്ള പേഴ്സൺ ആയിക്കോട്ടെ, കുറച്ചും കൂടി ഒരു അട്രാക്ഷനും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആ ഒരു താല്പര്യത്തോടെ ഇവർ വരുമ്പോൾ നിങ്ങളൊന്ന് കൺഫ്യൂസ്ഡ് ആയി പോകുന്നു, അല്ലെങ്കിൽ അവരാണെന്നുണ്ടെങ്കിലും ആ ഒരു പഴയ എനർജി ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളോട് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ആ ഒരു ചേഞ്ച് ഇതിനകത്ത് കടന്നു വരും എന്നുള്ളത് നമുക്ക് കാണാം. ആ ഒരു സോൾ കണക്ഷൻ ഒരു പക്ഷേ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഫീൽ ചെയ്യാനായിട്ട് പോകുന്ന ഒരു സമയമായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരുപാട് നാളുകളായിട്ടുള്ള ആ ഒരു കാത്തിരിപ്പ്, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം, ആ ഒരു പ്രതീക്ഷ, ഇതെല്ലാം സംഭവിക്കും എന്നുള്ളത് തന്നെ നമുക്ക് കാണാം. എത്രയൊക്കെ ചോയ്സസ് ഉണ്ട്, തേർഡ് പാർട്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ അകറ്റിക്കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒരു ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ കുറച്ച് കാര്യങ്ങൾ ഒളിപ്പിച്ച് വയ്ക്കുന്നു, ഹൈഡ് ചെയ്ത് നിർത്തുന്നു, അങ്ങനെയുള്ള ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും വളരെ വിസിബിളായിട്ട് നിങ്ങളിലേക്ക് വരും, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും ശക്തിപ്പെടും എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷ പോലെ തന്നെ ഇതിനകത്ത് മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാണാം. എന്തെങ്കിലും മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഹീൽ ചെയ്യപ്പെടും. ഈ ഒരു പേഴ്സണോട് നിങ്ങൾക്ക് ഫൊർഗീവ് ചെയ്യാനായിട്ടും സാധിക്കും എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്ന് ഈ ഒരു മാറ്റമാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ അത് വളരെ സഡൻ ആയിട്ടുള്ളൊരു മാറ്റമായിട്ടല്ല കണ്ടിട്ടുള്ളത്. കാരണം സഡൻ ആയിട്ടൊരു മാറ്റം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്, അകന്ന് നിൽക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് വരിക, അവരായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് നിങ്ങളിലേക്ക് ആ ഒരു കോൺടാക്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും, അല്ല മറ്റേത് രീതിയിലാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു സഡൻ ആയിട്ടുള്ളൊരു കടന്നുവരവ് നമുക്കിവിടെ കാണാം. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് എത്തുന്നത് ചിലപ്പോൾ കുറച്ചൊരു ഗ്രാജുവൽ ആയിട്ടായിരിക്കാം. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളാണ് മനസ്സിനകത്ത് ഇവിടെ ആ ഒരു ടൈം പീരീഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ റിലേഷൻഷിപ്പിനനുസരിച്ചിട്ടാണ് അത് മനസ്സിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ മാറ്റങ്ങൾ നമുക്കതിനകത്ത് കാണാം എന്നുള്ളതാണ്. അപ്പോൾ ഇനിഷ്യലി വന്നിട്ടുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു സമയത്തിനകത്ത് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ മാറി പരസ്പരം കൂടുതൽ സ്നേഹത്തോടെ, അല്ലെങ്കിൽ വിശ്വാസത്തോടെ, ആ ഒരു സോളിഡ് ഫൗണ്ടേഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്നുള്ള രീതിയിലേക്ക് ഇതിനകത്തൊരു മാറ്റം സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ നമുക്ക് ഈ രണ്ട് എനർജീസ് അതുപോലെ ടെമ്പറൻസ് എല്ലാം കയറി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ശുഭകരമായിട്ടുള്ളൊരു മാറ്റം നമുക്കിവിടെ കാണാം. അപ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ എപ്പോഴും ഒരു കുന്നിനൊരു കുഴിയുണ്ട് എന്ന് പറയുന്നത് പോലെ എപ്പോഴും ഇരുട്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ എപ്പോഴും ആ ഒരു തരത്തിൽ തന്നെയല്ല. തീർച്ചയായിട്ടും അതിനകത്ത് ശുഭകരമായിട്ടുള്ള മാറ്റങ്ങൾ കടന്നു വരും എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ചില കാര്യങ്ങൾ നമ്മളുടെ ആ ഒരു കർമ്മ ബേസ്ഡ് നമ്മൾ അനുഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മളുടെ ലൈഫിൽ സംഭവിക്കുമ്പോഴാണ് മറ്റു ചില മാറ്റങ്ങൾ വരുന്നത് നമ്മൾ പോലും അറിയാതെ. അപ്പം അങ്ങനെയുള്ള മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിങ്ങളിൽ പലരും ഈ പറയുന്ന പോലെ ടാരറ്റ് റീഡിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും ഒക്കെ നിങ്ങളെ സഹായിച്ചിട്ടുള്ളത് ഈ പറയുന്ന പല മാറ്റങ്ങളുമാണ്. ഈ മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ വേറൊരു റൂട്ടിലൂടെ പോയേനെ. അപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ, പുതിയ അറിവുകൾ ഉണ്ടാവാൻ, ചില കാര്യങ്ങൾ നമുക്ക് തന്നെ തിരിച്ചറിയാൻ, ചില പരീക്ഷണങ്ങൾ നേരിടുക, ഇതൊക്കെ പലതിൻ്റെ ഭാഗമാണ് എന്നുള്ളൊരു കാര്യം കൂടി നമ്മളിവിടെ മനസ്സിലാക്കണം. എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുക്കാം. ഓക്കെ, നമ്പർ 9 മൂലം നക്ഷത്രം, നമ്പർ 24 ഇടുക്കി, കണ്ണൂർ, മലപ്പുറം,
letter U, number 25, letter V, Wayanad, Capricorn zodiac sign, Scorpio zodiac sign, Avittam Nakshatram, Ooradam, Palakkad, Kozhikode, Rohini Nakshatram, Cancer zodiac sign, number 29, number 1, Poyam Nakshatram, letter K, number 16, Aries and Leo, and finally letter M. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന പല കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഇവിടെ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് നിങ്ങളുടെ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ഫിസിക്കലി ഒക്കെ കുറച്ചും കൂടി മുന്നോട്ട് വരേണ്ടുന്ന ഒരു സമയം തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രോപ്പർ റെസ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടേണ്ടുന്ന ഒരു സമയം കൂടിയാണെന്നുള്ളത് കൂടി നമുക്കിവിടെ മനസ്സിലാക്കാം. അപ്പോൾ ആ ഒരു ബാലൻസ്ഡ് മൈൻഡിൽ പോകാനായിട്ട് തന്നെ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ എനർജി പ്രകാരം നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് കളയാൻ പറ്റാത്ത ആൾക്കാരാണ്. ഇതിനകത്ത് പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയാമെങ്കിൽ പോലും നിങ്ങൾക്കിത് വേർപെടുത്തി കളയാൻ പറ്റാത്ത ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് തന്നെയാണ്. അത് നമുക്ക് ഇവിടുത്തെ ആ ഒരു റീഡിംഗ് അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.